ചിന്തിച്ചാൽ സംഭവിക്കില്ല, പക്ഷേ സംഭവിക്കാൻ ചിന്തിക്കണം. ദ ലോ ഓഫ് അട്രാക്ഷൻ, യൂണിവേഴ്സൽ ലോസ്. ലോ ഓഫ് അട്രാക്ഷൻ ലോകത്തിൽ ഏറ്റവും കൂടുതൽ തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുള്ള ഒരു നിയമമാണിത്. നാം ഒരിടത്തിരുന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും സംഭവിക്കുമോ? നാം ചിന്തിച്ചതുകൊണ്ട് മാത്രം ഈ പ്രപഞ്ചത്തിലെ എന്തെങ്കിലും കാര്യം നമ്മളിലേക്ക് ആകർഷിക്കപ്പെടുമോ? നമ്മുടെ സങ്കല്പങ്ങളിൽ എന്തെങ്കിലും ശക്തിയുണ്ടോ? സങ്കല്പങ്ങൾക്ക് എന്തിനെങ്കിലും സംഭവിപ്പിക്കാനോ സംഭവിപ്പിക്കാതിരിക്കാനോ ശക്തിയുണ്ടോ? സങ്കല്പവും പ്രപഞ്ചവും തമ്മിൽ എന്ത് ബന്ധമാണുള്ളത്? ആകർഷണ നിയമം ഒരുപാട് ആളുകൾ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നൊരു നിയമം കൂടിയാണ്. ഇതിൻ്റെ അടിസ്ഥാന സിദ്ധാന്തം എന്ന് പറയുമ്പോൾ ലൈക്ക് അട്രാക്ട്സ് ലൈക്ക്. ഇതൊരു ശാസ്ത്രമാണ്. വിശ്വാസത്തിൻ്റെ രീതിയിൽ പരിഗണിക്കുകയാണെങ്കിൽ നമ്മൾ ഒരിടത്തിരുന്ന് ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ആ ചിന്തിച്ച കാര്യത്തെ ഏതോ അദൃശ്യ ശക്തി നമുക്ക് വേണ്ടി നടത്തിത്തരും എന്നുള്ള രീതി നമ്മൾ ചിന്തിക്കേണ്ടി വരും. എന്നാൽ വാസ്തവത്തിൽ പ്രപഞ്ച നിയമം അങ്ങനെ ഏതെങ്കിലും ഒരു അദൃശ്യ ശക്തിയുടെ അത്ഭുതത്തെ ആശ്രയിച്ചിട്ടല്ല നിലനിൽക്കുന്നത്. ലോ ഓഫ് അട്രാക്ഷൻ ഒരു മാജിക് അല്ല, ഒരു ലോജിക്ക് കൂടിയാണ്. ഇതാദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ലോ ഓഫ് അട്രാക്ഷൻ പ്രപഞ്ചത്തിൽ നിന്ന് എന്തെങ്കിലും മാറ്റം ഉണ്ടാക്കാനായിട്ടുള്ള ഒരു പ്രാക്ടീസ് അല്ല എന്നുള്ളത് കൂടിയാണ്. അത് നമ്മളിൽ മാറ്റം ഉണ്ടാക്കാനായിട്ടുള്ള പ്രാക്ടീസാണ്. ആദ്യം ലോ ഓഫ് അട്രാക്ഷൻ എങ്ങനെ പ്രവർത്തിക്കുന്നത് എന്ന് നോക്കാം. ഉദാഹരണത്തിനായി നിങ്ങൾ നിങ്ങളുടെ വീട്ടുമുറ്റത്ത് പൂന്തോട്ടം നിർമ്മിച്ചു വെച്ചാൽ ആ പൂന്തോട്ടത്തിൽ ചിത്രശലഭങ്ങളും തുമ്പികളും എല്ലാം ആകർഷിക്കപ്പെടും. എന്തുകൊണ്ട് എന്നാൽ ഈ പ്രപഞ്ചം അങ്ങനെയാണ് സംവിധാനം ചെയ്തത്. എവിടെ പൂക്കളുണ്ടോ അവിടെ പൂമ്പാറ്റകളും തേനീച്ചകളും വരുന്ന രീതിയിലാണ് സംവിധാനമുള്ളത്. നല്ലൊരു പൂന്തോട്ടത്തിലേക്ക് മാത്രമാണ് തേനീച്ചകളും വണ്ടുകളും എല്ലാം പൂമ്പാറ്റകളിലും തേൻ കുടിക്കാനായിട്ട് അതിലേക്ക് വരുന്നത്. അതാണ് പ്രപഞ്ചത്തിൻ്റെ ഒരു നിയമം. എന്നാൽ നിങ്ങളുടെ വീട്ടുമുറ്റത്ത് ഒരു പൂന്തോട്ടത്തിന് പകരം അവിടെ ഒരു കുപ്പത്തൊട്ടിയാണെങ്കിൽ അവിടെ ഈച്ച, പഴുതാര എന്നീ ജീവികളാണ് വരുന്നത്. ഇതാണ് ലോ ഓഫ് അട്രാക്ഷൻ്റെ ഒരു നിയമം. ഒരു അദൃശ്യ ശക്തി കാരണം ഉണ്ടായതല്ല, പ്രപഞ്ചം അങ്ങനെ ആക്കി മാറ്റിയതാണ്. നിങ്ങളുടെ വീടിൻ്റെ മുറ്റത്ത് പൂമ്പാറ്റകൾ ആകർഷിക്കപ്പെടണമെങ്കിൽ നിങ്ങളുടെ മുറ്റത്ത് ഒരു പൂന്തോട്ടം നിർമ്മിച്ച് വയ്ക്കുന്ന കാര്യം ചെയ്യാൻ പറ്റും. ഇതുതന്നെയാണ് ലോ ഓഫ് അട്രാക്ഷൻ്റെ പ്രവർത്തന നിയമം. നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് ആ ആഗ്രഹിക്കുന്നത് നിങ്ങളിലേക്ക് എത്തിച്ചേരാൻ വേണ്ടിയാണ് നിങ്ങൾ നിങ്ങളൊരു മാറ്റം കൊണ്ടുവരാൻ തയ്യാറാണ് എങ്കിൽ അത് നിങ്ങളിലേക്ക് എത്തിച്ചേരാനുള്ളതാണ്. അതായത് അത് നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങളിലേക്ക് എത്തിച്ചേരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇതുതന്നെയാണ് ഞാൻ പറഞ്ഞ ലോ ഓഫ് അട്രാക്ഷൻ്റെ നിയമം. അതായത് നമ്മുടെ ആന്തരിക ക്വാളിറ്റികൾ വർദ്ധിപ്പിക്കുക. ആന്തരിക ക്വാളിറ്റികൾ വർദ്ധിപ്പിച്ച് ബാഹ്യമായ ക്വാളിറ്റിയിലൂടെ അത് വർദ്ധിപ്പിച്ചെടുക്കുക. അങ്ങനെയെങ്കിൽ ക്വാളിറ്റി ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് എന്തായാലും ലഭിക്കും. ഇതിൻ്റെ ആദ്യ തുടക്കം നമ്മുടെ സങ്കല്പത്തിൽ നിന്നാണ്. കാരണം നമ്മളിൽ ഏതൊരു മാറ്റം നേടണമെങ്കിൽ അത് തുടങ്ങുന്നത് നമ്മുടെ സങ്കല്പത്തിൽ നിന്നാണ്. നമ്മൾ എങ്ങനെ ചിന്തിക്കുന്നുവോ അതനുസരിച്ച് നമ്മുടെ ജീവിതവും മാറും. ഉദാഹരണത്തിനായി ഞാൻ 1000 കൊല്ലം ജീവിക്കും, ഇന്ത്യൻ പ്രസിഡൻ്റ് ആവും എന്നല്ല, പോസിബിളായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ചിന്തിക്കുന്നത്. നമ്മൾ ചിന്തിക്കുന്ന കാര്യം പോസിബിൾ ആണോ എന്ന് കൂടി നോക്കണം. ചിന്തിക്കുന്ന കാര്യങ്ങളിൽ പ്രവർത്തിക്കാനും പരിശ്രമിക്കാനും കൂടി ചെയ്യുക. ഇതാണ് ലോ ഓഫ് അട്രാക്ഷൻ.